ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് പിരമിഡ് സ്റ്റാർ പാറ്റേണിൽ പിരമിഡ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിൽ ഞാനിവിടെ 3 മെത്തേഡ്സുകൾ പറയുന്നുണ്ട്. സിമ്പിൾ ഫോർ ലൂപ്പ്, റിപ്പീറ്റ് ഓഫിൻ്റെ ഉണ്ട്, ഫംഗ്ഷൻ വെച്ചിട്ടുണ്ട്, നെസ്റ്റഡ് ലൂപ്പ് വെച്ചിട്ടുള്ളതുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ചെയ്തു വരാം. ഞാൻ ഇത് ഓൾറെഡി കോഡ് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈസി ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഫസ്റ്റത്തെ നമ്മൾ പ്രിന്റ് ചെയ്യേണ്ടത് ഇതാണ് പിരമിഡ്. ഓക്കെ, ഇത് കമാൻഡ് ചെയ്ത് വെച്ചേക്കുന്നതാണ് കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് കോഡിൽ തെറ്റിപ്പോകും. ആദ്യത്തെ നമുക്ക് നോക്കാം. സിമ്പിൾ ഫോർ ലൂപ്പ് റിപ്പീറ്റ് ഓഫ് വെച്ചിട്ട് ഇത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളതാണ്. ഇതിൽ റിപ്പീറ്റ് ഓഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ആദ്യം തന്നെ ലെറ്റ് റോ ഈസ് ഈക്വൽ ടു 5 കൊടുത്തു. ഫോർ ലെറ്റ് ഐ ഈസ് ഈക്വൽ ടു 1, ഐ ലെസ് ദാൻ ഓർ ഈസ് ഈക്വൽ ടു റോസ്, ഐ പ്ലസ് പ്ലസ്. അത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ ലൂപ്പിലേക്ക് കയറി. അത് കഴിഞ്ഞിട്ട് ലെറ്റ് സ്പേസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്, സ്പേസ് പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലെറ്റ് സ്പേസ് ഈസ് ഈക്വൽ ടു സ്പേസ് ഇവിടെ കൊടുത്തു, പ്ലസ് ഡോട്ട് റിപ്പീറ്റ് ഓഫ് അതിൽ റോസ് മൈനസ് ഐയുടെ വാല്യൂ ഐയുടെ വാല്യൂ അനുസരിച്ചിട്ടാണ് ഇവിടെ സ്പേസ് വരുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഐയുടെ വാല്യൂ റോസിന്ന് മൈനസ് ഐ എന്ന് പറഞ്ഞാൽ ഫസ്റ്റത്തെ റോയിൽ നമുക്ക് 5 റോയുടെ വാല്യൂ. അപ്പൊ റോ മൈനസ് ഐ എന്ന് പറയുമ്പോൾ 5 മൈനസ് 1, ആദ്യത്തിൽ നമുക്ക് 1 ആയല്ലോ. അപ്പൊ നമുക്ക് 4 സ്പേസുകൾ, എം ടി സ്പേസുകൾ ആദ്യം കണ്ടോ. ഇവിടെ 1 2 3 4 എം ടി സ്പേസുകൾ ഇവിടെ ആദ്യം വരും ഈ റോ ചെയ്ത് വരുമ്പോൾ. ഓക്കെ, അത് കഴിഞ്ഞിട്ടാണ് പിന്നത്തെ ഇത് വരുന്നത്. ലെറ്റ് സ്റ്റാർസ് ഈക്വൽ ടു കണ്ടോ, ഇവിടെ സ്റ്റാർ പ്രിന്റ് ചെയ്യും. സ്റ്റാർ ഇവിടെ നമുക്ക് സ്റ്റാർ പ്രിന്റ് ചെയ്യുക, പ്ലസ് അതിന്റെ കൂടെ ഡോട്ട് റിപ്പീറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത് എത്ര തവണ റിപ്പീറ്റ് ചെയ്യണം എന്നുള്ളതിനാണ്. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇവിടെ പറയുമ്പോൾ പറഞ്ഞുതരാം. ഇതിനെ പറ്റിയിട്ട് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ പറഞ്ഞുതരാം. ഓക്കെ, റിപ്പീറ്റ് എന്ന് വെച്ചാൽ എത്ര തവണ റിപ്പീറ്റ് ചെയ്യണം എന്നുള്ളത്. റിപ്പീറ്റ് ഒന്നാമത്തെ ഇതിൽ നമുക്കിവിടെ 4 സ്പേസ് നമ്മൾ ആദ്യം ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നത്തത് ലെറ്റ് സ്റ്റാർ ഈസ് ഈക്വൽ ടു ഒരു സ്റ്റാർ കൊടുത്തിട്ട് എത്ര തവണ, ഒരു തവണ റിപ്പീറ്റ് ചെയ്യാനേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഒരു സ്റ്റാർ പ്രിന്റ് ചെയ്തു. ഓക്കെ, ഫസ്റ്റത്തത് ഈ ഒരു സ്റ്റാർ നമ്മൾ പ്രിന്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് കൺസോൾ ഡോട്ട് ലോഗിൽ സ്പേസ് പ്ലസ് സ്റ്റാർ, സ്പേസ് എന്ന് വെച്ചാൽ ആദ്യത്തെ ഇതിൽ എത്ര സ്പേസ് ആണ്, 4 സ്പേസ് വന്നു. അതിന്റെ കൂടെ ഒരു സ്റ്റാർ നമ്മൾ പ്രിന്റ് ചെയ്തു. ഓക്കെ, അങ്ങനെ ഒന്നാമത്തെ ലൈൻ കഴിഞ്ഞു. ഈ ലൂപ്പിൽ നിന്ന് നമ്മൾ പുറത്ത് വന്ന് ഐയുടെ വാല്യൂ 2 ആയി. ഐയുടെ വാല്യൂ 2 ആകുമ്പോൾ നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്താ വരുന്നത്, 5 മൈനസ് 2 വന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ 3 സ്പേസ് വന്നു. ഇവിടെ 1 2 3 3 സ്പേസസ് വന്നു. അത് കഴിഞ്ഞിട്ട് അടുത്ത ലൈനിലേക്ക് വരുമ്പോൾ സ്റ്റാറിന്റെ കാര്യമാണല്ലോ പറയുന്നത്. സ്റ്റാർ എത്ര തവണ സ്റ്റാർ ആണ് നമുക്ക് പ്രിന്റ് ചെയ്യേണ്ടത്. എത്ര സ്റ്റാർ, റിപ്പീറ്റ് ഐയുടെ വാല്യൂ ഇവിടെ 2 ആണ്. അപ്പൊ അതുകൊണ്ട് ഇവിടെ 2 സ്റ്റാർ പ്രിന്റ് ചെയ്യണം. ഇവിടെ ആദ്യം 3 സ്പേസ് നമ്മൾ പറഞ്ഞില്ലേ, ഇവിടെ 3 സ്പേസും 2 സ്റ്റാറും പ്രിന്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് കൺസോൾ ഡോട്ട് പ്രിന്റ് ചെയ്യാനായിട്ട് നമ്മൾ സ്റ്റാറിലേക്ക് സ്പേസിലേക്ക് എടുത്തു വെച്ചു. ഓക്കെ, കൺസോൾ ഡോട്ട് ലോഗിൽ വരുമ്പോൾ സ്പേസ് പ്ലസ് സ്റ്റാർ. അപ്പോൾ അങ്ങനെ ഇത് പ്രിന്റ് ചെയ്തു. ഇതേപോലെ തന്നെ നമ്മൾ ബാക്കിയുള്ളതും പ്രിന്റ് ചെയ്ത് വരും. ഓക്കെ, ഇതാണ് റിപ്പീറ്റ് ഓഫ് വെച്ചിട്ടുള്ള ഡോട്ട് റിപ്പീറ്റ് ഓഫ് വെച്ചിട്ടുള്ള മെത്തേഡ് വെച്ച് നമ്മൾ ചെയ്യുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് അതിനെ പറ്റിയിട്ട് ജസ്റ്റ് ഞാനിവിടെ എഴുതിയേക്കുന്ന കൂടി ഒന്ന് വായിക്കാം. ഹിയർ വി ആർ യൂസിങ് പവർഫുൾ ജാവാസ്ക്രിപ്റ്റ് സ്ട്രിംഗ് മെത്തേഡ് ഡോട്ട് റിപ്പീറ്റ് ഓഫ് ടു റിപ്പീറ്റ് ദ സ്പേസ് ആൻഡ് ദ സ്റ്റാർസ്. റോ മൈനസ് ഐ gives the number of space needed before the star in each row, and dot repeat of I gives us the star for each row. This is the simplest and the cleanest method, especially great for the beginners. Okay, അപ്പോൾ നമ്മൾ ഈ ഒന്നാമത്തെ മെത്തേഡ് പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് രണ്ടാമത്തെ മെത്തേഡിലേക്ക് വരാം. രണ്ടാമത്തെ മെത്തേഡിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫംഗ്ഷൻ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഫംഗ്ഷൻ വിത്ത് റിപ്പീറ്റ് ഓഫ്. നമ്മൾ മുകളിലത്തെ സെയിം കാര്യം തന്നെയാണ് നമ്മൾ രണ്ടാമത്തേതിലും ചെയ്യുന്നത്. കണ്ടോ, ഈ സെയിം ഇത് തന്നെയാണ് നമ്മൾ ഇവിടെയും എഴുതിയിരിക്കുന്നത്. പക്ഷേ ഇവിടുത്തെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിനെ ഒരു ഫംഗ്ഷന്റെ ഉള്ളിലാണ് എഴുതുന്നത്. പിരമിഡ് പറഞ്ഞിട്ട് ഉള്ള ഒരു ഫംഗ്ഷന്റെ ഉള്ളിലാണ് നമ്മൾ എഴുതുന്നത്. ഇതിന്റെ ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എന്നിട്ട് ലാസ്റ്റ് നമ്മൾ ഇവിടെ കൺസോൾ ഡോട്ട് സ്റ്റാർ സ്പേസും പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ ലാസ്റ്റ് പിന്നെ പിരമിഡിനെ ഫംഗ്ഷൻ ചെയ്യുന്നത് പോലെ തന്നെ പിരമിഡ് എത്ര നമ്പർ ഓഫ് സ്റ്റാർസ് ആണ് അല്ലെങ്കിൽ എത്ര റോസ് ആണ് വേണ്ടത് എന്നുള്ളത് നമ്മളിവിടെ പറയുന്നു. എത്ര പിരമിഡ് 5 പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ നമുക്ക് പ്രിന്റ് ചെയ്ത് കിട്ടും. ഓക്കെ, ഇതിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ അതിനി ഓരോന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണ്ടല്ലോ. നമ്മൾ ആദ്യത്തേതിൽ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അതേപോലെ തന്നെയാണ് ഇത് വരുന്നത്. പിരമിഡ് ഫംഗ്ഷന്റെ ഉള്ളിൽ നമ്മൾ ഇതിനെ കൊടുക്കുന്നു. അത് മാത്രമാണ് ഇതിന്റെ വ്യത്യാസം വരുന്നത്. ഇതിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ റീയൂസബിൾ ഫംഗ്ഷൻ പ്ലസ് റിപ്പീറ്റ് ഓഫ്. ദിസ് വേർഷൻ ഈസ് exactly the same logic as the first one, but now it's wrapped in the function, because using a function make your code reusable and clean. Now if you want to print a pyramid of height 10, just call pyramid ഓഫിൽ നമ്മൾ 10നെ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് 10 സ്റ്റാർസ് ഉള്ള 10 റോ ഉള്ള സ്റ്റാർ ഉള്ള പിരമിഡ് നമുക്ക് പ്രിന്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കിത് പിന്നെ എഴുതേണ്ട കാര്യമില്ല. നമുക്ക് ഇനി വേറെ കോഡിൽ തന്നെ ഇത് റീയൂസ് ചെയ്യാൻ പറ്റും. പിരമിഡ് 10 ഓഫ് വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ കോഡ് ഇവിടെ ഉള്ളത് കൊണ്ട് നമുക്ക് ഇത് റീയൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ദിസ് ഈസ് എ ഗുഡ് കോഡിംഗ് പ്രാക്ടീസ് എസ്പെഷ്യലി ഫോർ ദ ലോങ്ങർ പ്രോഗ്രാംസ്. ഓക്കെ, ഇത് മനസ്സിലായില്ലേ ഫംഗ്ഷൻ വെച്ചിട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത്. ഇനി നമുക്ക് അടുത്തതിലേക്ക് പോകാം. അടുത്തതെന്ന് പറഞ്ഞാൽ
മാനുവൽ മെത്തേഡാണ്. നെസ്റ്റഡ് ലൂപ്പ് പ്ലസ് ഇഫ് കണ്ടീഷൻ വെച്ചിട്ട് ഇത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളത്, ഏറ്റവും നമ്മൾ സ്റ്റാർട്ടിങ്ങിലൊക്കെ നമ്മൾ ചെയ്തു വരുന്നത് നെസ്റ്റഡ് ലൂപ്പും പ്ലസ് ഇഫ് കണ്ടീഷനും വെച്ചിട്ടായിരിക്കും. ഏറ്റവും സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യമൊക്കെ ചെയ്തിട്ടുള്ള പല കോഡുകളും ഇതേപോലെയാണ് ചെയ്തിരിക്കുന്നത്. ഫംഗ്ഷൻ വെച്ച് നമ്മൾ കുറച്ചേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇതെന്താ ചെയ്യുന്നത് എന്നുള്ളത് പറയും. ഓക്കെ, നമ്മൾ ആദ്യം ചെയ്യുന്ന പോലെ തന്നെ ആദ്യം നമ്മൾ റോയിലേക്ക് ലെറ്റ് റോ ഈസ് ഈക്വൽ ടു 5, ഫോർ ലൂപ്പിന്റെ ഉള്ളിൽ ഐ ഈസ് ഈക്വൽ ടു 1, ഐ ലെസ് ദാൻ ഓർ ഈസ് ഈക്വൽ ടു റോ ഐ പ്ലസ് പ്ലസ് പറഞ്ഞു. ലൈനിലേക്ക് നമ്മൾ ഒരു എംപ്റ്റി സ്ട്രിങ്ങിനെ വെച്ചു. അത് കഴിഞ്ഞിട്ട് ഇന്നർ ലൂപ്പിൽ ചെക്ക് ചെയ്ത് വരണമല്ലോ, അതിന് വേണ്ടിയിട്ട് ഐ ഈസ് ഈക്വൽ ടു 1, സോറി ജെ ഈസ് ഈക്വൽ ടു 1, ജെ ലെസ് ദാൻ ഓർ ഈസ് ഈക്വൽ ടു റോ ജെ പ്ലസ് പ്ലസ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിങ്ങനെ ചെയ്തിട്ട് നമ്മൾ കൺസോൾ ഡോട്ട് കൊടുത്ത് നമ്മൾ ഫുൾ ആയിട്ടുള്ളതാണ് പ്രിന്റ് ചെയ്ത് വരിക, ഒരു എന്താ പറയുക സ്ക്വയർ ആയിട്ടുള്ള സ്റ്റാർ വരിക. അപ്പോൾ അതല്ലാണ്ട് നമ്മളുടെ കണ്ടീഷൻ എന്താണ് അവിടെ, ജെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു റോ മൈനസ് ഐ ആണെങ്കിൽ ലൈനിലേക്ക് നമ്മൾ സ്പേസ് കൊടുക്കും, അല്ലാന്നുണ്ടെങ്കിൽ ലൈനിലേക്ക് നമ്മൾ സ്റ്റാറിനെ വെക്കും. അങ്ങനെയാണ് ഇത് പ്രിന്റ് ചെയ്യുന്നത്. ലൈൻ പ്രിന്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ പിരമിഡ് പാറ്റേൺ കിട്ടും. മനസ്സിലായിരിക്കണം, വളരെ സിമ്പിൾ ആയിട്ടുള്ളതാണ്. റോ മൈനസ് ഐ, ഓക്കെ, എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം നമ്മൾ ചെയ്തല്ലോ 5 മൈനസ് 1 ചെയ്യുമ്പോൾ ആദ്യം 5 ഞാൻ ഒരു സെക്കൻഡ് ഞാൻ പറയാം. 5 മൈനസ് 1, 5 മൈനസ് 1 കൊടുത്തു കഴിഞ്ഞാൽ അത്രയും സ്പേസ് പ്രിന്റ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ആ സ്പേസ് അവിടെ പ്രിന്റ് ചെയ്യും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, ജെ ലെസ് ദാൻ ഓർ ഈസ് ഈക്വൽ ടു ആണ് കേട്ടോ, അതും കൂടെ നോക്കണം. അല്ലെങ്കിൽ അവിടെ സ്റ്റാർ പ്രിന്റ് ചെയ്യും. അങ്ങനെയാണ് ഇത് വരുന്നത്. ഏറ്റവും സിമ്പിൾ ആണ്. നമുക്ക് അതിനെ പറ്റിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തേക്കണം എന്താ നോക്കാം. ദിസ് മെത്തേഡ് അവോയ്ഡ് റിപ്പീറ്റ് ഓഫ് entirely. Instead it use nested loop and if condition to build the pattern step by step. The outer loop handle the rows, the inner loop decided whether it print space or star based on the column position. It's a great exercise to understand how nested loop works. Okay, so in the 3 different ways, നമ്മളിപ്പോൾ 3 different ways കണ്ടു എങ്ങനെയാണ് പിരമിഡ് പ്രിന്റ് ചെയ്യുന്നത്. നമുക്ക് ഇതിൽ ഏത് വേണമെങ്കിലും പ്രിന്റ് ചെയ്യാട്ടോ, ഏത് രീതി വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഞാൻ ഇവിടെ 3 രീതികൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. Okay, so in this 3 different ways to print the same pyramid pattern, the first one is short and sweet using dot repeat offer. The second make it reusable using the function. The third gives you full control with the if condition and nested loop. Okay, പിന്നെ നമ്മൾ ഇവിടെ റിപ്പീറ്റ് ഓഫ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം നമ്മളിവിടെ പഠിച്ചു. എന്താണ് റിപ്പീറ്റ് ഓഫ്? റിപ്പീറ്റ് ഓഫ് എന്ന് പറയുന്നത് ഡോട്ട് റിപ്പീറ്റ് ഓഫ് ഈസ് എ സ്ട്രിംഗ് മെത്തേഡ് ഇൻ ദ ജാവാസ്ക്രിപ്റ്റ്. ദിസ് മീൻസ് ഇറ്റ്സ് യൂസസ് എസ്പെഷ്യലി വിത്ത് എ സ്ട്രിംഗ് വാല്യൂ. ദിസ് ഈസ് യൂസ്ഡ് ടു റിപ്പീറ്റ് എ സ്ട്രിംഗ് സ്പെസിഫിക് നമ്പർ ഓഫ് ടൈംസ്. ഇറ്റ് റിട്ടേൺ എ ന്യൂ സ്ട്രിംഗ് ആൻഡ് ഡസ് നോട്ട് ചേഞ്ച് ദ ഒറിജിനൽ വാല്യൂ. എക്സാമ്പിൾ ആയിട്ട് നമ്മൾ ലെറ്റ് വേർഡ് ഈസ് ഈക്വൽ ടു ഹലോ കൊടുത്തു, എന്നിട്ട് കൺസോൾ ഡോട്ട് ലോഗിൽ വേർഡ് ഡോട്ട് റിപ്പീറ്റ് ഓഫ് 2 പറഞ്ഞാൽ നമ്മൾ വേർഡിലുള്ളത് ഹലോ എന്നുള്ളതാണ്. ഹലോ 2 തവണ പ്രിന്റ് ചെയ്യും. അതാണ് റിപ്പീറ്റ് ഓഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിപ്പീറ്റ് ചെയ്യും. അതിന്റെ ഉള്ളിൽ എത്ര തവണയാണ് പറഞ്ഞേക്കണേന്ന് വെച്ചാൽ അത്രയും തവണ റിപ്പീറ്റ് ചെയ്യും. അതാണ് ഈ ഡോട്ട് റിപ്പീറ്റ് ഓഫിന്റെ ഉപയോഗം വരുന്നത്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്.